ഗായ്സ്, സുമതി വളവിലൂടെ പോകുന്ന പോലത്തെ ഒരു ഫീല് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? കാട്ടിലൂടെ ഒരു യാത്ര. കണ്ടേ, ഒരൊറ്റ മനുഷ്യരില്ല. മയോണൈസ് എൻ്റെ ഒരു വീക്ക്നെസ് ആണ്. ആ കുബൂസിൽ ഇതിൽ നിന്നൊരു പീസും കൂടെ ഇങ്ങനെ എടുത്ത് ഇതും കൂട്ടിയിട്ട് അങ്ങനെ ഇപ്പം ഇതെല്ലാം കൂടെ ഒന്ന് ഫിനിഷ് ചെയ്തിട്ട് ഞങ്ങൾ വരാം. ഓക്കെ, ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഫുഡ് അടി കപ്പിൾസ്. ഫുഡ് അടി കപ്പിൾസിന്റെ പുതിയൊരു വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു ചലഞ്ചിങ് വീഡിയോ ആയിട്ടല്ല കേട്ടോ ഞങ്ങൾ മുന്നിൽ വന്നിട്ടുള്ളത്. ഞങ്ങൾ ഇന്നൊരു ചെറിയൊരു ഔട്ടിങ് പുറത്തോട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പം ഇന്ന് എന്തോ ഒരു മൂഡ് ഓഫ് പോലുള്ള ഒരു ദിവസമായിരുന്നു എനിക്ക്. അപ്പോൾ ഇക്ക് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നമുക്ക് പുറത്ത് പോയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് ചലഞ്ച് ഒരു ചില്ല് ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പൊ എങ്കിൽ പിന്നെ എനിക്ക് തോന്നി, എങ്കിൽ പിന്നെ നിങ്ങളും കൂടെ ഞങ്ങളുടെ കൂടെ പോരെ. ചലഞ്ച് ചെയ്യാന്ന് വെച്ചാൽ വല്ലാത്തൊരു അവസ്ഥ. അതൊന്ന്, പിന്നെ എനിക്കൊരു മൈൻഡ് എന്തോ ഒരു ബ്ലാങ്ക് ആയിട്ട് ഇരിക്കുന്ന അവസ്ഥ. ചില ദിവസം നമുക്ക് ഉണ്ടാവൂലേ ഒരു മൂഡ് ഓഫ് പോലെ. എന്നാ റീസൺ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് നോ ഐഡിയ. അപ്പോൾ ഞങ്ങൾക്ക് സന്തോഷം വന്നാലും സങ്കടം വന്നാലും നിങ്ങൾക്ക് അറിയാലോ, ഞങ്ങൾ പുറത്ത് പോയി ഫുഡ് കഴിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഒരു മെയിൻ ഹോബിയിൽ ഒന്നാണ്. അപ്പോൾ പിന്നെ ആ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ നിങ്ങൾക്ക് മുന്നിൽ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പൊ എങ്ങനെ, നിങ്ങൾ ഞങ്ങളെ കൂടെ പോരല്ലേ? അപ്പൊ നമ്മൾ പോയാലോ ഗയ്സ്? യെസ്, കം ഓൺ. ഇതാണ് കേട്ടോ ഞങ്ങൾ താമസിക്കുന്ന വീടും കാര്യങ്ങളൊക്കെ. അപ്പൊ ഇനി ഹിക്കു വണ്ടി എടുത്തിട്ട് വരട്ടെ. അത് ഇങ്ങനെ ഫുള്ള് വില്ലാസാണ്, കണ്ടില്ലേ? ഹിക്കുതോണ്ട് വരുന്നു. ഓ, എനിക്ക് വയ്യ, ഓടി ഓടി വയ്യാണ്. താങ്ക് യു. പോവാം. അപ്പൊ ഗൈസ്, അങ്ങനെ നമ്മള് പുറത്തോട്ട് പോവാണ്. എവിടെയാണ്, എന്താണ്, ഇങ്ങനെയാണെന്നുള്ള വലിയ ഐഡിയാസ് ഒന്നും ഇല്ല. അപ്പം കഴക്കൂട്ടത്ത് സ്കൂട്ടർ ഒന്ന് ചാർജിന് കുറച്ച് നേരം വെക്കണം. ചാർജ് വളരെ കുറവാണ്. അപ്പം ആ സമയത്ത് ലൈവ് പോകണം. അതും കഴിഞ്ഞിട്ട് വേണം ഇനി എവിടേക്ക് എന്തെന്നുള്ള പ്ലാനിങ് ഒക്കെ ചെയ്യാനായിട്ട്. കാരണം പ്രത്യേകിച്ച് ഒരു പ്ലാനിങ്ങും ഇല്ലാണ്ട് എവിടുന്നെങ്കിലും ഒരിടത്തുനിന്ന് എന്തെങ്കിലും ഒരു ഫുഡ് കഴിക്കണം എന്നുള്ള ഒരു പ്ലാനിങ് മാത്രമേ ഉള്ളൂ കേട്ടോ. ഓ, ആരിഫ് ഫ്രോയ് ഉണ്ടോ? ഓക്കെ, അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം ഇനി ഇതേ ഞങ്ങൾ പോണ വഴികളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. നല്ലൊരു തണുത്ത കാറ്റ്. മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യത ഉണ്ട്. അപ്പോൾ അങ്ങനെ ഗൈസ്, നമ്മൾ ഇവിടെ ചാർജിങ് കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ വിഡ പ്രോ ആയതുകൊണ്ട് നമുക്ക് വിഡയുടെ വണ്ടിക്കൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് ചാർജിങ് ചെയ്യാം കേട്ടോ. ഇപ്പോഴും ഒരു 1 ഇയർ കഴിഞ്ഞിട്ടും ഫ്രീ ആയിട്ട് ചാർജ് ചെയ്യുന്നവരുണ്ട്. അപ്പം എത്ര ശതമാനമാണ് കാണുന്നില്ല? ഓക്കെ, അപ്പോൾ ഇനി സ്റ്റാർട്ട് ആയിട്ടില്ല. യെസ്, അപ്പോൾ ഇനി അത് ചാർജ് കംപ്ലീറ്റ് ആവുന്നത് വരെ നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്യണം. ഇതിൻ്റെ അകത്തുള്ള ഫാനിന്റെ ശബ്ദമാണ് കേട്ടോ, ഒരു വല്ലാത്ത ശബ്ദം. അപ്പൊ അങ്ങനെ സ്കൂട്ടർ ചാർജിന് ഇട്ടു. ഇനി നമ്മൾ ഇവിടെ ഒരു 3/4 മണിക്കൂറോളം സമയം നമ്മളിവിടെ ഫ്രീ ആയിട്ടിരിക്കണം. അപ്പൊ ആ ഒരു സമയത്ത് നമുക്ക് നമ്മുടെ ലൈവിന്റെ പരിപാടി തീർക്കാം. അപ്പൊ ഇനി ആഫ്റ്റർ ലൈവിന് ശേഷം നമുക്ക് കാണാം. ഓക്കെ ഗൈസ്, സുമതി വളവിലൂടെ പോകുന്ന പോലത്തെ ഒരു ഫീല് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? കാട്ടിലൂടെ ഒരു യാത്ര. കണ്ടേ, ഒരൊറ്റ മനുഷ്യരില്ല. സുമതി വളവ് പോലത്തെ ഒരു ഫീൽ, ഒരു വൈബ്. ഇവിടെ ആരും ഇല്ലല്ലേ?
പറയാൻ പറ്റില്ല. ചുമ്മാ ഇരിക്കൂ. അവിടെ ഒരു കട കാണുന്നുണ്ട്, അതുകൊണ്ട് പിന്നെ പേടിക്കാനില്ല. കടയല്ലേ? ഇവിടെയൊക്കെ റോഡ് പണിയുടെ ഫുട്പാത്തിന്റെ വർക്കും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മള് നേരത്തെ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേസ് 4ന്റെ ടെക്നോപാർക്ക് ഫേസ് 4ന്റെ ബാക്കിൽ കൂടെ നമ്മൾ വന്നത്. ടെക്നോ സിറ്റി ഒക്കെ വരുന്ന അവിടെ. ഓക്കെ, അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വിചാരിച്ച കടയുടെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. യെസ്, നല്ല അടിപൊളി മണമൊക്കെ വരുന്നുണ്ട് ഗൈസ്. യെസ്, ഇതാണ് കേട്ടോ HFC. അത് എന്താണ് കഴിക്കണമെന്നുള്ള ഒരു തീരുമാനത്തിലൊന്നും എത്തിയിട്ടില്ല. പക്ഷേ ബോർഡിലിരിക്കുന്ന ബ്രോസ്റ്റ് കണ്ടപ്പോൾ ബ്രോസ്റ്റ് കഴിച്ചാലോ എന്നുള്ള തോന്നലുണ്ട്. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ എൻ്റെ ഒരു മാസ്റ്റർ പീസ് ഫേവറേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അൽഫാമുമാണ്, പിരി പിരി അൽഫാം. ഇതിലേതെങ്കിലും ഒന്നായിരിക്കും മേ ബി എന്തായാലും കഴിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇനി കൂടെയുള്ള ഹാരിസ് ബ്രോയും കൂടെ ഒക്കെ വന്നിട്ട് അവർക്കും കൂടെ എന്താണ് വേണ്ടതെന്നൊക്കെ ചോദിച്ചിട്ട് നമുക്ക് നോക്കാം. അയ്യോ, എന്താടാ നോക്കുന്നത്? ഞാൻ എന്ത് എടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ്. കാരണം ഇങ്ങോട്ട് മറിച്ച് കഴിഞ്ഞാൽ ഇവിടെ കാണിക്കുന്നത് മൊത്തം അറേബ്യൻ ഡിഷസ്, ഇങ്ങോട്ട് മറിച്ച് കഴിഞ്ഞാൽ ഫുള്ള് ഫ്രൈഡ് ചിക്കൻ. പക്ഷേ എന്നാലും എൻ്റെ മനസ്സ് ഇങ്ങോട്ടേ മറിയുള്ളൂ, കാരണം ഇവിടുത്തെ സ്മെല്ലടിച്ചിട്ട്. അപ്പോൾ ഞാനങ്ങനെ ഫൈനൽ ഞാൻ എൻ്റെ എന്നത്തെയും പോലെ തന്നെ പെരി പെരി അൽഫാമിൽ അങ്ങ് ഫിക്സ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇനി എന്താ വേണ്ടത് വെച്ചാൽ പറഞ്ഞു. പെരി പെരി അൽഫാം മതി. നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? അപ്പോൾ നിങ്ങൾ എന്താണ് ഇനി കഴിക്കണമെന്ന് ഉദ്ദേശിച്ചിട്ടുള്ളത്? എടുക്കണേന്ന് പറഞ്ഞു. നമുക്കും പെരി ബിരിയാണി എടുക്കാനുള്ളത്. ഇവിടെ പലതും ഉണ്ട്, മന്തി റൈസും ഉണ്ട്, ചൈനീസ് എല്ലാവർക്കും എന്താണ്, നമുക്കും പെരി ബിരി മതി. അപ്പൊ നമ്മളെ സിംഗിൾ ആയിട്ടുള്ള വ്യക്തിക്ക് എന്ത് വേണം? ഈ കാണുന്ന വ്യക്തിക്ക് നല്ല സൽസ്വഭാവിയായിട്ടുള്ള സുന്ദരിയായിട്ടുള്ള ജെനുവിനായിട്ടുള്ള ആലോചനകൾ. നിങ്ങൾ ഈ കാണുന്ന പോലെയൊന്നും അല്ല, ആള് കില്ലാടിയാണ്. അപ്പൊ നിങ്ങക്ക് എന്താണ്, പറയൂ ഹാരിസ് ബ്രോ, പറയൂ നിങ്ങക്ക് എന്ത് വേണം? എന്ത് വേണം? പെരി പെരി, അവിടെയും പെരി പെരി. നിങ്ങൾക്ക് എന്ത് വേണം? എനിക്കും പെരി പെരി. ഞാൻ പറഞ്ഞെന്ന് വിചാരിച്ച് നിങ്ങൾ പിടിക്കണ്ട. നമ്മള് നേരത്തെ അത് തന്നെയല്ലോ അതിന്റെ. അയ്യോ, അപ്പൊ ഞാൻ കഴിക്കുന്നതിൽ നിങ്ങൾക്ക് കൊതി. ഞാൻ പിന്നെ റൈസ് എടുത്തിട്ടുണ്ട് ക്വാർട്ടർ, നിങ്ങൾക്ക് കുബൂസാണ്. ഓക്കെ ഫൈൻ. അപ്പോൾ നമ്മൾ അത് തന്നെ ഉറപ്പിച്ചു. 1 തരം 2 തരം 3 തരം. ഓക്കെ, പുസ്തകം അടച്ചു വെച്ചു. അപ്പൊ അങ്ങനെ നമുക്ക് കഴിക്കാനുള്ള അൽഫാം ഞാനാണ് എടുത്തിട്ടുള്ളത്. റൈസ് ഞാൻ വേറെ ആർക്കും തരൂല, അവർക്ക് കുബൂസാണ്. കുബൂസ് ആർക്ക് വേണമെങ്കിലും എടുത്ത് കഴിക്കാം. അപ്പൊ എന്റെ സാധനം ഞാൻ എടുത്തിട്ടുണ്ട് ഗൈസ്. അത് എന്റെ പീസാണ്. This is my piece. ഇത് ഇത്രയും ഞാൻ കഴിക്കൂല ഗൈസ്, എന്തായാലും സ്പ്ലിറ്റ് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇതെല്ലാം കൂടെ ഒന്ന് ഫിനിഷ് ചെയ്തിട്ട് വരാം ഗൈസ്. ഓക്കെ, അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് ഞങ്ങളുടെ ഒരു കിടിലം വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തന്നെ ഹൈപ്പ് എന്ന ബട്ടണും കൂടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്കിനി ഇതിലും നല്ല അടിപൊളിയായിട്ടുള്ള വീഡിയോസും കൊണ്ട് കാണും വരേക്ക് ദിസ് ഈസ് ഫുഡ് അടി കപ്പിൾസ് സൈനിങ് ഓഫ്.